ഈ ലോറിയിലേക്കടുത്തേക്ക് എത്താൻ മുങ്ങൽ വിദഗ്ധരുടെ സംഘത്തിന് കഴിഞ്ഞുവെന്നത്. രണ്ടും തവണ ശ്രമിച്ചിരുന്നു, പക്ഷേ ഈ ക്യാബിനിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് തുറക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അല്പസമയങ്ങൾക്കകം ഈ സംയുക്ത സേനയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാവിലെ നടത്തിയ ഡ്രോൺ തിരച്ചിലിൽ അതിലാണ് കൃത്യമായി ഈ വാഹനം എവിടെയാണ് കിടക്കുന്നതെന്ന് വ്യക്തമായൊരു രൂപം കിട്ടിയത്. അതിനെ തുടർന്നാണ് മുങ്ങൽ വിദഗ്ധർ ഡൈവ് ചെയ്യുകയും ഇതിനടുത്തേക്ക് വരെ എത്താനും കഴിഞ്ഞത്. കെ മധു നമുക്കൊപ്പം തുടരുന്നുണ്ട്. മധു, 5 മണി കഴിഞ്ഞിരിക്കുന്ന ഔദ്യോഗികമായ ഒരു പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ സമയം ഈ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്ന നിലയിലാണോ? നാളെ എങ്ങനെ തുടങ്ങിയ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യോഗത്തിന് ശേഷം ഇപ്പോൾ പറയും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പക്ഷെ പെരും മഴയാണ്. അതുകൊണ്ട് മാത്രമാണ് ബ്രീഫിംഗ് വൈകുന്നത്. പക്ഷേ വൈകാതെ തന്നെ ഇന്ന് എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളിലും ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങളിലും തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അല്പസമയത്തിനകം ജില്ലാ കളക്ടറും പോലീസ് മേധാവിയും കാര്യങ്ങൾ അറിയിക്കും. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം എന്ന് ഈ കോർഡിനേഷന്, ഈ ഏകോപന ചുമതലയുള്ള കാർവാർ MLA നമ്മളെ അറിയിച്ചിട്ടുണ്ട്. 6 മണിക്ക് അദ്ദേഹവും കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പെരുമഴയാണ് ഈ പ്രദേശത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് എത്ര സമയം വൈകും എന്ന് ഇപ്പോൾ പറയാനാവില്ല. നേരത്തെ പറഞ്ഞിരുന്നതിനപ്പുറത്ത് ഓറഞ്ച് അലർട്ട് എന്നൊക്കെ പറയുമ്പോഴും റെഡ് അലർട്ടിനേക്കാൾ കടുത്ത മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ദിവസം ഇന്നത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, രാവിലെയൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു. രാവിലെ നമ്മൾ തുടക്കത്തിൽ മേജർ ജനറൽ ഇന്ദ്രപാലിനെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വലിയ പ്രതീക്ഷയുണ്ട്, ഞങ്ങൾക്ക് കൂടുതൽ സ്ഥലങ്ങൾ ഡിറ്റക്ട് ചെയ്യാനാവും എന്നൊക്കെയാണ്. പക്ഷേ ഡിറ്റക്ട് ചെയ്ത് എത്തുമ്പോഴും ആ ക്യാബിൻ ലോറിക്കരികിലേക്ക് എത്തുന്നു എന്നേ പറയുന്നുള്ളൂ. അതിനപ്പുറത്ത് അതിനെ തൊട്ട് ആ ക്യാബിനെ എവിടെ എന്ന് അറിഞ്ഞ് അങ്ങനെ എന്തെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധം അതൊന്നും എവിടെയും ആയിട്ടില്ല എന്നുള്ളതാണ്. പൂഴ്ന്നു കിടക്കുന്ന ചേറ്, അതിനപ്പുറത്ത് കടുത്ത കുത്തൊഴുക്ക്, ചീറിയടിക്കുന്ന കാറ്റ്, ഇതെല്ലാം പ്രതിസന്ധികളായി മാറുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാവും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെയുള്ള മറ്റൊരു പ്രധാന കാര്യം, ഈ ലോറിയിൽ നിന്ന് തടികൾ പൊട്ടിത്തെറിച്ച് തടികൾ ഈ ലോറിയിൽ നിന്ന് അടർന്ന് മാറി പുഴയിലൂടെ ഒഴുകിപ്പോയി എന്ന് വ്യക്തമാവുകയാണ്. ഇപ്പോൾ 8 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഈ തടിക്കഷ്ണങ്ങൾ കിട്ടിയത്. എന്ന് വെച്ചാൽ ബാക്കി തടികളും സമാനമായ വിധത്തിൽ നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഉദ്ദേശിക്കുന്ന അത്ര ഒരു ഭാരത്തിലേക്കല്ല അത് പൂഴ്ന്നു പോകുന്നത്. മറിച്ച് അതിന്റെ ക്യാബിൻ മറഞ്ഞു കിടക്കുന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. മറഞ്ഞു കിടക്കുമ്പോൾ അതിന്റെ ക്യാബിൻ എവിടെയാണ്, അതിനോടൊപ്പം ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയും അനിശ്ചിതത്വങ്ങളുണ്ട്. അല്പസമയത്തിനകം ഇന്നത്തെ മാപ്പിംഗിന്റെ അടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഔദ്യോഗികമായി അവർ എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് കേൾക്കാം. കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി അവിടെ യോഗം നടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ളൊരു അപ്ഡേഷനുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ മനസ്സിലാകുന്നത്, ഒടുവിൽ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് നേവിയുടെ ഒറ്റ ബോട്ട് മാത്രമാണ് അപ്പോൾ പുഴയിലുണ്ടായിരുന്നത്. ഇപ്പോൾ മഴ തെല്ലൊന്ന് മാറിയിരിക്കുന്നു. കഴിഞ്ഞ കുറെ നേരത്തിന് ശേഷം മഴയൊന്ന് മാറിയിരിക്കുന്നു. വൈകാതെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ജില്ലാ കളക്ടർ ഇപ്പോൾ നേരത്തെ നമ്മളോട് പ്രതികരിച്ച മുൻ നാവികസേന ഉദ്യോഗസ്ഥൻ ശ്രീ, അദ്ദേഹം സൂചിപ്പിച്ചത് ലൈറ്റുകളൊക്കെ വെച്ച് ആ ഒരു സാഹചര്യം അനുകൂലമാണെങ്കിൽ രാത്രിയിൽ ഒരു തിരച്ചിൽ പറ്റുമോ എന്ന് നോക്കണമെന്നാണ്. പക്ഷേ ഇപ്പോൾ തന്നെ വീണ്ടും മഴ, അങ്ങനെ ഒരു രാത്രിയിൽ പരിശോധനയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം പ്രതീക്ഷിക്കുക തന്നെ വയ്യ അല്ലേ? സാധ്യമല്ല. രാത്രിയിൽ പരിശോധന നടത്തുന്നു എന്ന് പറയുമ്പോഴുമുള്ള പ്രധാന പ്രശ്നം, പകൽ തന്നെ അവിടെ ഒന്നും കാണാനാവാത്ത അവസ്ഥയാണ്. പകൽ പോലും അവിടെ വിസിബിലിറ്റി 0 ആണ്. വെള്ളത്തിൽ, ആ നദിയിൽ കലങ്ങി ഒഴിച്ചു വരുന്ന വെള്ളമാണ്. ഇപ്പോൾ പെയ്ത മഴ ഒഴുക്ക് കൂട്ടും, കലക്കം കൂട്ടും. ഇത് രണ്ടും ഉറപ്പാണ്. കാരണം ആ പ്രദേശത്തിന്റെ സ്വഭാവം അതാണ്. മറ്റ് മേഖലകളിൽ പെയ്യുന്ന മഴയും സമാനമായ അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൂടുതൽ എത്രത്തോളം ഇന്നിനി പരിശോധന എന്നുള്ളത് വലിയൊരു പങ്ക് അസാധ്യമാണ്. കാരണം അത് എന്തെങ്കിലും റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു അവസ്ഥ ഇപ്പോഴില്ല. പക്ഷേ ഇത് തുടരുന്നു. അത് എന്താണ് ഇന്നത്തേതിന് ശേഷമുള്ള തീരുമാനം എന്നറിയുകയാണ് ഏറ്റവും പ്രധാനം. ആ തീരുമാനത്തിന് എത്ര നേരം കാത്തിരിക്കേണ്ടി വരും എന്ന് അറിയില്ല. പക്ഷേ മഴ ഇപ്പോൾ തെല്ലൊന്ന് മാറിയിരിക്കുന്നു. പക്ഷേ ചാറ്റൽ മഴ എന്ന് പറയാവുന്ന അവസ്ഥ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മഴ കുറച്ചുകൂടി മാറിയ ശേഷമായിരിക്കും
പോലീസ് മേധാവിയും ജില്ലാ കളക്ടറും ഇക്കാര്യത്തിൽ വന്ന് വിശദീകരണം നൽകുക എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ഒരു തുറന്ന സ്ഥലത്താണ് വാർത്താ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് മഴയൊന്നും മാറാതെ അവിടേക്ക് നിൽക്കാനും കഴിയില്ല. ആ വിധത്തിലാണ് അതിന്റെ ആസൂത്രണം. പക്ഷേ യോഗം കഴിഞ്ഞ് എന്താണ് പറയാനുള്ളത്? ഈ ഇന്നത്തെ ഡ്രോൺ ഉപയോഗിച്ചുള്ള കിട്ടിയ ചിത്രങ്ങളുടെ വ്യക്തമായ റിസൾട്ട് എന്താണ്? നേവി നടത്തിയ അന്വേഷണങ്ങളുടെ അത് ഇന്നിപ്പോ അവിടുത്തെ കർണാടകയിലെ സെയിൽ അടക്കമുള്ള അവിടുത്തെ ജനപ്രതിനിധികൾ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്തിയവർ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ കിട്ടുന്ന ഒരു പ്രതികരണം എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും കർണാടകയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹമാണ് ഏറ്റവും സജീവമായല്ലേ ഈ കാര്യങ്ങളൊക്കെ ഇടപെട്ട് നടത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോക്കെന്ന് അവരെന്തെങ്കിലും ഒരു സൂചന നൽകിയിട്ടുണ്ടായോ? ഈ യോഗത്തിന് ശേഷമുള്ള സൂചനകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. കാരണം യോഗം ഞാൻ അല്പസമയം മുമ്പ് നോക്കുമ്പോഴും യോഗം തുടരുകയാണ്. ആരെയും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിനുശേഷം അല്പസമയത്തിനുള്ളിൽ അവർ ഇനി പുറത്തെത്തി പറയണം. അതിനുള്ളിൽ കുറച്ച് കാരണം നേരത്തെ ഉണ്ടായിരുന്ന ആ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കുറച്ചുകൂടി കാര്യങ്ങൾ അവിടെയുള്ള ഏകോപനം, ആ യോഗങ്ങൾ അത് നിരന്തരമായി ഉച്ചയ്ക്ക് ശേഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 2 മണിക്കൂറിലധികമായി. അതുകൊണ്ട് തന്നെയാണ് പുതിയ അപ്ഡേറ്റ്സ് ഇപ്പോൾ വരാതിരിക്കുന്നതും. അതിനപ്പുറത്ത് എന്ത് തീരുമാനങ്ങൾ അവർ എടുക്കുന്നു, എത്രത്തോളം അനിശ്ചിതത്വങ്ങളിലേക്ക് ഇത് കടന്നു പോകുന്നു, എത്ര നാൾ ഇനിയും നീണ്ടു പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ വളരെ പ്രധാനമാണ്. കാരണം മുൻപുണ്ടായിരുന്ന പോലെ അതേപടി ആ ട്രക്ക് ചെളിമണ്ണിൽ പുതഞ്ഞിട്ടില്ല എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. കാരണം ആ വലിയ ഒരു ബലമുള്ളത് കൊണ്ട്, വലിയ തടികളുള്ളത് കൊണ്ട് അതിൽ പുതഞ്ഞു കിടക്കും എന്ന് കരുതിയ അവസ്ഥ ഇപ്പോഴില്ല. കാരണം ആ തടി അതിൽ നിന്നും അതിന്റെ കെട്ട് പൊട്ടിച്ച് പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു, ഒലിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഈ അത്ര വലിയ ആഘാതത്തിലാണ് ഇത് നിലം പതിച്ച് തെറിച്ചു പോയതാണ് എങ്കിൽ അതിന്റെ അവസ്ഥ നമുക്ക് ഈ പറയുന്നതിനേക്കാളും ഒക്കെ ഊഹിക്കാവുന്നതിനേക്കാളും ഒക്കെ അപ്പുറത്തായിരിക്കും. എങ്കിൽ ഈ ക്യാബിൻ എവിടെ എന്ന് കണ്ടെത്തുന്നത് കൂടുതൽ ശ്രമകരമാവുകയും ചെയ്യും. അത് എപ്പോൾ, എങ്ങനെ, എത്രത്തോളം വേഗത്തിൽ, എത്രത്തോളം ഈ ഒഴുക്കും പ്രകൃതിയുടെ പ്രതിസന്ധികളും മറികടക്കുന്നത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം എത്ര നേരം എടുക്കും എന്ന കാര്യത്തിലും വളരെ വളരെ ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. ആ കാര്യങ്ങൾ ഒക്കെ അത് ഇനി വിശദീകരിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതിന് ഔദ്യോഗികമായി ദൗത്യസംഘത്തിന് എന്ത് പറയാനുണ്ട് എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷം. ശരിയാണ്. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായ ഒരു പ്രതികരണം വാർത്താ സമ്മേളനത്തിൻ്റെ രൂപത്തിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. അതാണ് അറിയിച്ചിട്ടുള്ളത്. കർണാടക പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാകും കാര്യങ്ങൾ അറിയിക്കുക എന്ന് മനസ്സിലാക്കുന്നു. കാരണം ഇന്നത്തെ തിരച്ചിൽ അവസാനിച്ചു എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. കാരണം ഇപ്പോഴും ഒരു വലിയ മഴ അവിടെ പെയ്തൊഴിഞ്ഞതേ ഉള്ളൂ. രാത്രിയിലൊന്നും, രാവിലെ പോലും തിരച്ചിൽ ദുഷ്കരമായൊരു സ്ഥലത്ത് രാത്രിയിൽ ഒരു തരത്തിലും തിരച്ചിലിന് പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് മധുവും വ്യക്തമാക്കുന്നത്. കാരണം ഇത്രയേറെ സംവിധാനങ്ങളുണ്ടായിട്ടും അവിടെ കൂടുതൽ പലതവണ എത്തി അല്ലെങ്കിൽ ആ വാഹനം ഉയർത്തിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ മറ്റ് ഒരു അടുത്ത നടപടിയിലേക്കൊന്നും പോകാൻ കഴിയാതിരിക്കുമ്പോൾ തന്നെ അറിയാം അത് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞ അവസ്ഥയാണെന്ന്.